തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ ഗുണ്ടാ തലവന്മാരായ ഓംപ്രകാശിന്റെയും എയർപോർട്ട് സാജന്റെയും സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുകൾ പതിവായിരുന്ന ഒരു കാലമുണ്ട്. പ്രായമായപ്പോൾ എയർപോർട്ട് സാജൻ കളം വിട്ടെന്നാണ് അറിവ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇരുവരും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടലുണ്ടായെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈഞ്ചക്കലിലെ ബാറിൽ കഴിഞ്ഞ രാത്രി DJ പാർട്ടിക്കിടെയാണ് സംഭവം. ഡാൻസ് നടക്കുമ്പോൾ ഇരു സംഘങ്ങളും തമ്മിൽ ചെറിയ കയ്യാങ്കളി ഉണ്ടായി. എന്നാൽ ഏറ്റുമുട്ടൽ നടന്നിട്ടില്ലെന്നും സംഘർഷ സാധ്യത തോന്നിയപ്പോൾ ബാറിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നും ഓംപ്രകാശ് ന്യൂസ് 18നോട് പറഞ്ഞു. കൊച്ചിയിലെ ലഹരി പാർട്ടിക്ക് പിന്നാലെ പുതിയ കേസിൽ ഓംപ്രകാശിനെ കുടുക്കാനുള്ള പോലീസിന്റെ നീക്കമാണോ ഇത്? DJ പാർട്ടിക്കിടെ ഉണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിലേക്ക് മാറിയത്. പാർട്ടിക്കിടെ പാട്ടുപാടിയ ഡാനി എന്ന യുവാവിനെ ഓംപ്രകാശും ഒപ്പമുണ്ടായിരുന്ന നിതിനും ചേർന്ന് മർദ്ദിച്ചെന്നാണ് ആരോപണം. വിവരമറിഞ്ഞ് ഡാനിയുടെ അച്ഛൻ എയർപോർട്ട് സാജനും സംഘവും സ്ഥലത്തെത്തി. ഇരുഭാഗവും പരാതി നൽകാത്തതിനാൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്നാൽ ഫോർട്ട് പോലീസ് സംഭവത്തെപ്പറ്റി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബാറിലെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കും. അതേസമയം എയർപോർട്ട് സാജനുമായി ഒരു തരത്തിലുള്ള തർക്കവും ഉണ്ടായിട്ടില്ലെന്നാണ് ഓംപ്രകാശ് പറയുന്നത്. ഇല്ല, ഞാനുമായിട്ട് യാതൊരു പ്രശ്നം ഉണ്ടായില്ല. പുള്ളിക്കാരൻ അവിടെ വന്നു. പുള്ളിക്കാരൻ ഡാൻസ് കളിക്കുന്ന സമയത്ത് ആരെയൊക്കെ ടച്ച് ചെയ്യുന്നതായിട്ട് സ്വാഭാവികമായിട്ട് ഡാൻസ് കളിക്കുമ്പോൾ ഇത്രയും ക്രൗഡിനകത്ത് സ്വാഭാവികമായിട്ടും ആൾക്കാരെ ടച്ച് ചെയ്യുമല്ലോ. എയർപോർട്ട് സാധനം വന്നല്ലേ? അതെ, എയർപോർട്ട് സാധനം വന്നു. പക്ഷെ പുള്ളിക്കാരൻ അങ്ങനെ ഈ ക്ലബിലൊന്നും വരുന്ന ഒരാളല്ല ആക്ച്വലി. പക്ഷെ യാദൃശ്യം പുള്ളിയുടെ മകൻ അവിടെ DJ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നതായിരിക്കണം, പുള്ളിയെ കാണാൻ വന്നതായിരിക്കണം. അത് കഴിഞ്ഞിട്ട് എന്താ പിന്നെ അപ്പൊ ഞാനൊരു ഇൻകൺവീനിയൻസ് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് എനിക്കറിയില്ല. ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു ന്യൂസ് കിട്ടിയിട്ടില്ല ആക്ച്വലി. കഴിഞ്ഞ ദിവസം പേരൂർക്കടയിലെ ഹോട്ടലിൽ ഗുണ്ടാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഏറ്റുമുട്ടിയിരുന്നു. അതിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണവും തുടങ്ങി. അതിനിടെയാണ് ഗുണ്ടാ സംഘങ്ങളുടെ ഏറ്റുമുട്ടൽ. ന്യൂസ് 18 തിരുവനന്തപുരം.